പ്രശ്നം എന്തൊക്കെ മണക്കുക ഒരേ നിന്നൂടാതെ എടുക്കാനേക്കില്ല ഉറങ്ങാനേക്കില്ല തിന്നാനേക്കില്ല അങ്ങനെ വേറൊരു പ്രശ്നവുമില്ല. ജീവിക്കാൻ ശുദ്ധമായി വേണം അവകാശമാണ് ഞങ്ങൾ 5-6 കൊല്ലം ഇന്നും ഇന്നലെ ഒന്നല്ല 6 കൊല്ലത്തോളായി ഇന്നലെ നട്ടുകൊടുന്നല്ല ഇനി സമ്മതിക്കൂല. പോലീസുകാർ വന്നിട്ട് കുറെ കൂടി ആരോഗ്യത്തിനെ എല്ലാം അപ്പുണ്ടല്ലോ ഇന്നലെ അപ്പ എരുമായ വെള്ളത്തിലുണ്ട് എരുമായ വലിയ അന്നപ്പോ നല്ല വാസന ഒഴിക്കുന്നുണ്ട് പുഴയിൽ ഒഴിക്കുന്നുണ്ട്. ഞങ്ങളെ മേലെ ഒഴിക്കും പോലെ പോയി ഞങ്ങൾ പുരയിൽ വെക്കും പോലെ മേൽക്കും പുഴയിൽ ജാതി കളർ പോയ കാടായിരുന്നു പിന്നെ മുള്ള തന്നെ ഈ ഇരുതുള്ളി പുഴ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു നീരൊഴുക്ക് പ്രദേശമായിരുന്നു. എന്നാൽ 6-7 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് ആ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ കരിമ്പാലം ഭാഗത്തുള്ളവർക്ക് കിണറുകൾ കുറവായിരുന്നു, ശുദ്ധജലം കുറവായിരുന്നു. കുടിക്കുകയും കുളിക്കുകയും തുണി അലക്കുകയും അതുപോലെ തന്നെ കന്നുകാലികൾക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകുകയും ചെയ്യുന്ന ഈ പുഴയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പുഴയിലെ വെള്ളമാണ് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് താലൂക്കിലേക്ക് മറ്റ് പല പ്രദേശങ്ങളിലേക്കും അടിച്ചു കൊണ്ടുപോകുന്നത്. ഈ വെള്ളത്തിന്റെ മാരകമായ വിഷമാണ് ഇന്നിപ്പോൾ ഈ വെള്ളത്തിലൂടെ ഒഴുകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ പുതിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമൂലം ഓരോ കുട്ടികളും മരിച്ചു വീഴുന്നുണ്ട്. ഇന്ന് ഈ പുഴയിലെ വിശ്വാസത്തോടു കൂടി ഇറങ്ങി കുളിക്കുവാനായിട്ട് സാധിക്കില്ല. സാധാരണ ഇവിടെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം പുഴയിൽ പോയി അലക്കി കുളിച്ച് കയറി പോകുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അവസ്ഥയാണ്. കാരണം ഈ അമീബിക് മസ്തിഷ്ക ജ്വരങ്ങളെല്ലാം പുതിയ രോഗങ്ങളെല്ലാം കടന്നു വരുന്നത് കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ശുദ്ധവായു ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. പിറന്നു വീഴാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ ശുദ്ധവായു ശുദ്ധജലം പാർപ്പിടം ഇത് ഞങ്ങളുടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ഈ പുഴയോരത്തുനിന്ന് ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയേ തീരൂ. വേറെ ആൾവാസമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ചോട്ടെ. മാലിന്യം സംസ്കരിക്കപ്പെടണം, വലിച്ചെറിയാൻ പാടില്ല. അത് ഈ വലിച്ചെറിയപ്പെടുന്നു. ഈ പുഴ മുഴുവൻ ഇതിന്റെ സ്ലറി ഒഴുക്കിയിട്ട് പുഴയിലെ വെള്ളം ഒരു തുള്ളി പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശുദ്ധവായു കിട്ടിയേ മതിയാവൂ, ശുദ്ധജലവും കിട്ടിയേ മതിയാവും. അതുവരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. ഈ സ്ഥാപനം ഇവിടുന്ന് എടുത്ത് മാറ്റുന്നു അതുവരെ ഞങ്ങൾ ഈ അപാലവൃദ്ധം ജനങ്ങൾ ഒരു പണിയും ഒരു ജോലിയും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തരും അന്നന്ന് പണിക്ക് പോയി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു അറുതി കണ്ടേ മതിയാകൂ. സ്ഥലങ്ങൾ അതുപോലെ സ്ഥലങ്ങൾ വിൽക്കാൻ കഴിയുന്നില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റുന്നില്ല. ആൺകുട്ടികൾക്ക് കുടുംബക്കാർ വരുന്നില്ല. ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല. കാരണം ഈ പ്രദേശത്തേക്ക് ആരും വരാൻ തയ്യാറല്ല. അതുകൊണ്ട് എത്രയോ വീടുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു അറുതി വരുത്തണം. ഈ നിയമം പാലിച്ചിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ ഓക്കെ. എത്രയോ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഞങ്ങൾ നിയമം ലംഘിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ല. ആദ്യമേ തന്നെ നിയമം ലംഘിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനി, അതായത് ഇവരോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെ സംസ്കരിക്കപ്പെടുന്നുണ്ട്. ഇവർ ആ നിയമത്തിന്റെ വഴിക്ക് വരട്ടെ. തന്നെയുമല്ല, ഈ പുഴവക്കുന്ന ഇതെടുത്ത് മാറ്റണം. ഞങ്ങളുടെ ആവശ്യം അത് മാത്രമാണ്. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ.